ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കർഷകർക്ക് കുറേ ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ്സാണോ ഈ എരുമ വളർത്തൽ, പശു വളർത്തൽ എന്നതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ചെറിയ അറിവായിട്ടാണ് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം മാത്രമാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ഏതൊരു ബിസിനസ് കൊണ്ട് നടക്കായാലും അതിൽ ലാഭവും നഷ്ടവും ഒക്കെ ഒരുപോലെ ഉണ്ടാവാൻ സാധ്യതയുള്ള ബിസിനസ്സുകളാണല്ലേ. എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും ഒരുവിധപ്പെട്ട എല്ലാവരും. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ആ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ മുന്നേ കുറേ പരിചയക്കാരുണ്ടാവുമല്ലോ, അവരിലൂടെ കുറേ അന്വേഷിക്കൂല്ലേ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ പശു വളർത്തലിലൂടെ ലാഭം ഉണ്ടാക്കുന്നവരുമുണ്ട്, അതേപോലെ ഒരുപാട് നഷ്ടം വന്നിട്ട് ഇത് നിർത്തുന്നവരുമുണ്ട്. അത് ഏതൊരു ബിസിനസ് ആയാലും അങ്ങനെ തന്നെയാണ്. ചിലവർക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും, ചിലവർക്ക് ഒരുപാട് നഷ്ടം വരുത്താനും പറ്റും. ചിലവർ ഒന്നും അറിയാതെ ഓടിപ്പോയിട്ട് പശുവിനെയും എരുമേനും ഒക്കെ വാങ്ങിച്ച് വളർത്തി ഒരുപാട് പറ്റിക്കപ്പെടുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആരും അങ്ങനെ ഒന്നും ചെന്ന് പെടാതിരിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ പശു വളർത്തൽ, എരുമ വളർത്തൽ എന്നൊക്കെ പറയുന്നത് വളരെ കഠിനാധ്വാനം ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം പറ്റിയ ഒരു ബിസിനസ്സാണ് കേട്ടോ. കാരണം ഇതൊരു ബിസിനസ്സായിട്ടല്ല, ഇതൊരു കർഷകർ എന്ന നിലയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാവരും ഈ പശുക്കച്ചവടം അങ്ങനെയൊന്നുമല്ലല്ലോ കൊണ്ട് നടക്കുന്നത്. പലരും പാല് വിറ്റിട്ടാണ് പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുക അല്ലേ. കുറേ സ്ത്രീകളാണ് ഇതിലോട്ട് കൂടുതൽ ഇറങ്ങുന്നത്. പുരുഷന്മാരും ഇഷ്ടം പോലെ ഉണ്ട്, അവരൊക്കെ ഒരു ഫാം അങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമ്മൾ ഏതൊരു സ്ഥാപനമായാലും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു എരുമ വളർത്താൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ എരുമേനെ വാങ്ങുമ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കറവ് കണ്ടിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതാരായാലും തുടക്കക്കാരായാലും പ്രത്യേകിച്ചും. കാരണം എരുമേനെ എല്ലാ എരുമകളും മിഷ്യൻ കറവ് പറ്റുന്ന എരുമകൾ മിക്കരും കുറവാണ്. അപ്പം മിക്കതും മിഷ്യൻ വെച്ച് കറക്കാൻ പറ്റുന്ന എരുമകൾ വളരെ കുറവാണ്. അപ്പോൾ കൈക്കറവയാണ് മിക്ക എരുമകൾക്കും ഉണ്ടാവുക. അപ്പോൾ എരുമയെ കറക്കുമ്പോൾ ചില എരുമകൾ ഭയങ്കരമായിട്ട് ചവിട്ടാൻ സാധ്യതയുണ്ട്. ചവിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾ ചവിട്ടുന്നത് പോലെ ആവില്ല എരുമകൾ ചവിട്ടുക എന്ന് പറയുമ്പോൾ. എരുമകൾ ചവിട്ടുമ്പോൾ രണ്ട് കാലും വെച്ച് ചവിട്ടുക ചെയ്യുക. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തുടക്കക്കാരാകുമ്പോൾ നമുക്കതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് നല്ലൊരു എരുമയാണല്ലോ, അപ്പോൾ കാണുന്ന ഭംഗി നോക്കിയിട്ട് മാത്രം നിങ്ങൾ എരുമേനെ വാങ്ങിക്കാതിരിക്കുക. എല്ലാം നോക്കി 4 കാമ്പ് പിഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എരുമകളെന്ന് പറയുമ്പോൾ കാമ്പ് ചിലപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള എരുമകളുണ്ടാവും. അപ്പോൾ നമുക്ക് കറന്നാലും കഴിയില്ല. ചിലപ്പോൾ ചില എരുമകളിൽ 10 മിനിറ്റ് കൊണ്ട് കറക്കുന്നത്, ചില എരുമകളിൽ 1 മണിക്കൂർ ഇരുന്ന് കറക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ പോയിട്ട് എരുമകളെ മേടിക്കാതിരിക്കുക. പിന്നെ എരുമകളെ പ്രസവിച്ചിട്ട് വാങ്ങിക്കുന്ന എരുമകളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 4 കാമ്പ് പിഴിഞ്ഞ് നോക്കിയിട്ട് മേടിക്കുക. എരുമകൾക്ക് പൊതുവേ കാമ്പിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ കുറവാണ്. ചിലപ്പോൾ കുറച്ച് കുറവ് പാല് അങ്ങനെയൊക്കെ വരാനേ സാധ്യതയുള്ളൂ. കാമ്പിന് കുറവൊന്നും വരാറില്ല. പശുക്കൾക്കാണ് കൂടുതലായിട്ട് കാമ്പിന് പ്രോബ്ലമൊക്കെ വന്നിട്ട് ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. എരുമകളെ വളർത്തുന്നവരാണെങ്കിൽ എരുമകൾക്ക് പൊതുവേ അസുഖങ്ങൾ കുറവായിരിക്കും. നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ കേട്ടോ. നമ്മൾ എന്താ പറയുക, പൊതുവേ പുറത്തുനിന്നുള്ള ഫുഡ് എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ എടുത്തിട്ട് വരുമല്ലോ. പിന്നെ ചിലവരൊക്കെ വേസ്റ്റ് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കുക. കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അതിൽ പൂപ്പൽ കെട്ടാത്തൊക്കെ നോക്കി കൊടുക്കുക. ദഹനക്കേടൊക്കെ പിടിച്ച് കഴിഞ്ഞ് എരുമകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എരുമേനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഫാം തുടങ്ങി അതിൽ ഫുൾ സമയം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ ടൈം. അപ്പോൾ അത് പൊതുവേ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ നമ്മൾ ടൈം ഒക്കെ വെച്ച് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ജോലികളും വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ഓടിപ്പോയിട്ടൊന്നും ഒരാൾ ഫാമൊന്നും തുടങ്ങരുത്. എല്ലാത്തിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫാമൊക്കെ തുടങ്ങാനായിട്ട് വിചാരിക്കുക കേട്ടോ. അതേപോലെ പശുവിനെ വളർത്തുന്നതിനായാലും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ പശുവിനെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പൊതുവേ വാങ്ങിക്കുമ്പോൾ ഈ ചെനപ്പശുക്കൾക്കൊക്കെ പ്രസവിച്ച് കഴിഞ്ഞൊരു കാമ്പില്ലാണ്ടാവും. അങ്ങനെ പല പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലേ.
അപ്പോൾ എല്ലാവരും പശുക്കളെ മേടിക്കുമ്പോൾ 4 കാമ്പ് പിഴിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ പ്രസവിച്ച പശുക്കൾക്ക് ഒരു കാമ്പില്ലാതിരിക്കുന്നതുണ്ടായിരിക്കും. ചിലപ്പോൾ അകിട് ചിലപ്പോൾ ഭയങ്കര കനമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ എന്താ പറയുക, ഫുള്ള് നീരടിച്ചിട്ട് കല്ലപ്പൊക്കെ വരുന്നുണ്ട്. അതുപോലെ അകിട് വീക്കം, അതൊക്കെ നമ്മുടെ എന്താ പറയുക, പശുക്കൾക്കിപ്പോൾ നിലവിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ പശുക്കൾക്ക് ഒരൊറ്റയടിക്ക് പാല് കുറയും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ് അല്ല കേട്ടോ നിങ്ങൾ ഫാം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇവർക്ക് അസുഖങ്ങൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പാല് കുറയും. നമ്മൾ കുറേ പേരുണ്ട്, ഞങ്ങൾക്ക് നാളെ 100 ലിറ്റർ പാല്, മറ്റൊന്ന് 200 ലിറ്റർ പാല്, അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിട്ട് പശുക്കളെ മേടിക്കുന്നവരുണ്ട്. ചിലപ്പോൾ 15 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് ചിലപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ 5 ലിറ്റർ പാല് കിട്ടണം എന്നുണ്ടാവുള്ളൂ. ചെറിയൊരു അകിട് വീക്കം വന്നാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു ദഹനക്കേട് വന്നാൽ മതി, ഇവർക്ക് പാല് പെട്ടെന്ന് കുറയും. അതേപോലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പുറത്തുനിന്നൊക്കെ പശുവിനെ മേടിച്ചിട്ട് വരുന്നവരാണെങ്കിൽ, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ പശുവിനെ മേടിച്ചിട്ട് വരുന്ന ആളുകളാണെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, കുറേ അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. മൂക്കുന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി മേടിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവർക്ക് അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അതേപോലെ നല്ല ക്ഷീണിച്ച പശുക്കളെയൊക്കെ പൊതുവെ മേടിക്കാതിരിക്കുക. കാരണം അവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടായിരിക്കും അവർ നമ്മൾക്ക് കയറ്റി തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പശുക്കളെനെ ആയാലും എരുമകളെനെ ആയാലും ഒക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം കുറേ ലാഭം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ നഷ്ടം വന്നാൽ നമ്മുടെ ജീവിതം ഒറ്റയടിക്ക് അങ്ങോട്ട് താന്നു പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ കർഷകർ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയൊരു തൊഴിലൊന്നല്ല. ചിലപ്പോൾ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് നഷ്ടം വരുമ്പോൾ അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു ഫാം തുടങ്ങുക.